ഹലോ മലയാളം ടെക്ട്രോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മെക്കാനിക്കൽ ഫിൽറ്ററുമായിട്ടാണ്. വീട്ടിലെ കിണറ്റിലെ വെള്ളമൊക്കെ കലങ്ങി കുറച്ച് മോശമായിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു മെക്കാനിക്കൽ ഫിൽറ്റർ വെച്ച് ഇത് ശുദ്ധീകരിച്ചെടുക്കാവുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് പൈപ്പ് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഇതിൻ്റെ ഓവറോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ആണ് ആവശ്യം എന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഒരു പ്ലംബറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതല്ല അത്യാവശ്യം പ്ലംബിംഗ് വർക്കൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 4 ഇഞ്ച് പൈപ്പാണ് എടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് പൈപ്പിൻ്റെ 4 മീറ്റർ ഞാൻ വാങ്ങിച്ചു. അതിന് 4 ഓരോ മീറ്ററിൻ്റെ 4 ഭാഗങ്ങളെ കട്ട് ചെയ്തു. അതിനകത്താണ് ഞാൻ ഫിൽറ്റർ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 3 പൈപ്പുകളിലാണ് ഞാൻ ഫിൽറ്റർ ആഡ് ചെയ്യുന്നത്. ഒരു മീറ്ററിൻ്റെ പൈപ്പ് ഞാൻ ഒരു പ്രഷർ ടാങ്ക് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രഷർ ടാങ്ക് ഞാൻ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യം ഞാൻ വൈകാതെ പറഞ്ഞു തരാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 4 ഇഞ്ച് പൈപ്പിനെ നമുക്ക് 1 ഇഞ്ച് പൈപ്പിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് റെഡ്യൂസറുകളും ബുഷുകളും എടുത്തിട്ടുണ്ട്. ഞാൻ ബുഷുകൾ എടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചെറുതായിട്ടൊരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് റെഡ്യൂസറുകൾ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൈപ്പിന് വളരെയധികം വലിപ്പം വരും. ഈ 1 മീറ്റർ എന്നുള്ളത് വളരെയധികം വലിപ്പം വരും. അപ്പോൾ അതൊരു കോമ്പാക്ട് സൈസായിട്ട് കിട്ടാനും പിന്നെ അത്യാവശ്യം ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ തരത്തിൽ 4 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ചിലേക്കുള്ള ഒരു റെഡ്യൂസർ പിന്നെ കുറച്ച് ബുഷുകളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ പ്രഷർ ടാങ്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ ഒരു പ്രഷർ ടാങ്കിനെ ഞാൻ 2 ഭാഗവും ഇതുപോലെ ക്യാപ്പ് ചെയ്ത് ഒരു ടാങ്ക് ഞാൻ ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. 2 സൈഡും ഇതുപോലെ റെഡ്യൂസർ വരുന്ന രീതിയിൽ, അതായത് 1 ഇഞ്ച് പൈപ്പിൽ നിന്ന് റെഡ്യൂസറുകൾ ഘടിപ്പിച്ച് 4 ഇഞ്ച് പൈപ്പിലേക്ക് വീണ്ടും ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ റെഡ്യൂസർ ഘടിപ്പിച്ച് 1 ഇഞ്ച് പൈപ്പ് എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ അകത്ത് നമ്മൾ ഫിൽറ്റർ എലമെൻറ്റ്സ് ആഡ് ചെയ്യേണ്ടാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു രണ്ട് ഭാഗങ്ങളും ഇതുപോലെ റെഡ്യൂസർ വെച്ച് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം ഇതൊരു പ്രഷർ ടാങ്കാണ്. അതുകൊണ്ടാണ് ഞാൻ ആ 2 ഭാഗം ചെയ്തെടുക്കുന്നത്. കാരണം മറ്റ് 3 പൈപ്പുകളും നമ്മൾ ഈ ഫിൽറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള 3 പൈപ്പുകളും നമ്മൾ ഒരു ഭാഗം മാത്രമാണ് ഇതുപോലെ ഒട്ടിച്ചെടുക്കേണ്ടത്. അതും നമ്മൾ 4 ഇഞ്ച് പൈപ്പിലേക്ക് ഘടിപ്പിക്കാനായിട്ടില്ല. അതിന് മുന്നോടിയായിട്ട് ചെറിയൊരു കാര്യം കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ട്. ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഞാനിത് 2 ദിവസം എടുത്തിട്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഞാൻ റെഡ്യൂസറുകളെല്ലാം ബുഷിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രഷർ ടാങ്കിൻ്റെ ആ ഒരു 2 ഭാഗവും ഘടിപ്പിക്കുന്ന ഒരു ഇതാണ് നിങ്ങളിപ്പം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സോൾവെൻറ്റ് സിമെൻറ്റ് നല്ല വൃത്തിയായിട്ട് അപ്ലൈ ചെയ്യണം. ലീക്ക് വരാൻ സാധ്യതയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഇത്തരത്തിൽ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫിൽറ്റർ എലമെൻറ്റ് ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആണിയും അതിനെ ഒരു നെറ്റും വെച്ചിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. കാരണം ഇതിനകത്ത് ഫിൽറ്റർ എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് ഊരിപ്പോകാൻ പാടില്ല. അതിനാണ് ഞാൻ ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും നെറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന നമ്മളെ ബേബി മെറ്റലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിയിലൂടെ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇത് ചെയ്യുന്നത്. അപ്പം അത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഒരു സൈഡ് മാത്രം ഒട്ടിച്ചെടുക്കാൻ. നമ്മൾ 3 ഫിൽറ്റർ ട്യൂബുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരെൻഡ് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷമാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഓരോ ഫിൽറ്റർ എലമെൻ്റായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പം 3 ഫിൽറ്ററുകളും ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതിൻ്റെ അടിഭാഗത്ത് ആണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിഭാഗത്തുമുള്ള ഭാഗം ആണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് വളരെ നന്നായി സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിക്കുക. കാരണം ഇതിനകത്ത് ഫിൽറ്റർ എലമെൻറ്റും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെയിറ്റും ഉണ്ടാവും. അതുപോലെ തന്നെ ലീക്കിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ സോൾവെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫിൽറ്റർ
ആഡ് ചെയ്യുന്ന ഭാഗങ്ങൾ ഇതിൻ്റെ ഫൂട്ടേജ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഞാനിത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇതിൽ പിന്നെ നിങ്ങൾക്ക് പൈപ്പുകളെല്ലാം കണക്ട് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ഒരു 4 ഫിൽട്ടർ എലമെൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളെ കോൺക്രീറ്റിനൊക്കെ എടുക്കുന്ന അഗ്രിഗേറ്റ് ജെല്ലിക്കല്ല്, അത് ഏറ്റവും അടിയത്തെ ഒരു ലെയറിൽ ആയിട്ടത് നിറച്ചു. അതിന് മുകളിലാണ് ബേബി മെറ്റൽ. നമ്മൾ മുറ്റത്തെല്ലാം ഇടാൻ ഉപയോഗിക്കുന്ന ചെറിയ മെറ്റൽ ഉണ്ടല്ലോ, ബേബി മെറ്റൽ എന്ന് പറയുന്നത്. ഓരോ നാട്ടിൽ എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ബേബി മെറ്റൽ എന്നാണ് പറയാം. അപ്പോൾ അത്, പിന്നെ അതിന് മുകളിലായിട്ട് ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർക്കോൾ പറയില്ലേ, ഞാനിവിടെ കമ്പ് കരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കരി ആഡ് ചെയ്യാം. പിന്നെ അടുത്ത ഒരു ലെയർ എന്ന് പറയുന്നത് പുഴമണലിനാണ് ഇതിൻ്റെ മുകളിലത്തെ ലെയർ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് നിറയ്ക്കാൻ പാടില്ല. മേലെ ഏകദേശം ഒരു 3 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു വോയിഡ് സ്പേസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു 3 ഇഞ്ച് ഗ്യാപ്പാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ഫിൽട്ടർ എലമെൻറ്റ്സ് എല്ലാം ഒന്ന് കലങ്ങിത്തിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് അവിടെ വിടുന്നത്. ഇപ്പം ചിത്രത്തിൽ കാണുന്ന പോലെ ഇതാണ് എൻ്റെ വീട്ടിലെ കിണറിൻ്റെ അവസ്ഥ. കിണറിൽ അത്യാവശ്യം കലക്കാണ് വെള്ളം. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് ആദ്യം ഒരു ബക്കറ്റിലേക്ക് എടുത്തു നോക്കാം. ഈ ഒരു വെള്ളം ഞാൻ ഫിൽട്ടർ ഓൺ ചെയ്യാതെ പൈപ്പിൽ നിന്ന് നേരിട്ട് ഒരു ബക്കറ്റിലേക്ക് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ, അതിൻ്റെ അകത്തുള്ള ഒരു എത്രത്തോളം കലക്കുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതിനുശേഷം നമുക്ക് ഫിൽട്ടർ ഓൺ ചെയ്തതിന് ശേഷം എങ്ങനെയാണ്, എന്തോരം വ്യത്യാസമുണ്ടെന്നുള്ളത് നമുക്ക് ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കാം. അപ്പം ഇതാണ്, ഇത്രയും ഒരു കലക്ക് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അകത്ത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറേ പൊടികളും ചെറിയ ചെളിയുടെ ഒരു കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം കളറ് തന്നെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഫൂട്ടേജുകളെല്ലാം മിസ്സായി പോയിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫൂട്ടേജുകളൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്തരത്തിൽ എല്ലാം ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഡയഗ്രത്തിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ കണക്ഷൻസൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്തതുകൊണ്ട് ഞാൻ മെയിൻ വാൾവ് എന്താ പറയുക, കട്ട് ചെയ്യാതെ തന്നെയാണ്, അതായത് കട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേങ്കിൽ സപ്പോസ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് തന്നെ, അതായത് മെയിൻ ടാങ്കിൽ നിന്ന് നേരിട്ട് വരുന്ന രീതിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാനിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ വാൾവ്, അതായത് മെയിൻ നമ്മൾ ഫിൽറ്ററിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ വാൾവാണ്. ഇതുവഴിയാണ് ഫിൽറ്ററിലേക്ക് നമ്മൾ വെള്ളത്തെ കടത്തി വിടുന്നത്. ഇവിടെ തന്നെയാണ് ബാക്ക് വാഷിൻ്റെ വാൾവും. ഇത് നമ്മളിപ്പോൾ ക്ലോസ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വെള്ളം പോവില്ല. ഈ ഫിൽറ്റർ 3 ഫിൽറ്ററുകളിലൂടെ ഇറങ്ങി അടിയിൽ ഇതെല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മേലത്തേക്ക് പോകും. പക്ഷേങ്കിൽ അതും ക്ലോസ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇതും ബാക്ക് വാഷിന് വേണ്ടിയിട്ടുള്ള വാൾവാണ്. അവിടുന്ന് നമ്മൾ ഫിൽട്ടറായിട്ടുള്ള വെള്ളം നേരെ അവിടെയും ഞാൻ ഒരു വാൾവ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ഓഫ് ചെയ്യേണ്ട സമയത്ത് ഇത് ഓഫ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടുന്ന് ഫിൽട്ടറായിട്ടുള്ള വെള്ളം നേരെ നമ്മൾ പ്രഷർ ടാങ്കിലേക്കാണ് വന്ന് നിറയുന്നത്. ഇവിടെ നമുക്ക് പ്രഷർ, അതായത് വെള്ളത്തിന് അത്യാവശ്യം പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രഷർ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് നേരെ വന്ന് നേരെ നമ്മൾ മെയിൻ ലൈനിലേക്ക് തന്നെ കയറുന്ന തരത്തിലാണ് ഞാനിവിടെ കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഞാനിനി ഇതിനെ ഗ്രാഫിക്കലി ഞാനിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇത്തരത്തിൽ ക്രോസ് മാർക്ക് ചെയ്തിരിക്കുന്നത് ക്ലോസ് ചെയ്ത് കിടക്കുന്ന വാൾവുകളാണ്. ഇതിലേക്ക് നമ്മൾ മെയിൻ ഓൺ ചെയ്യുമ്പോൾ വെള്ളം വരുന്നതാണ് ഞാൻ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം വെള്ളം ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന വാൾവുകളിലൂടെയൊന്നും പുറത്തു പോകുന്നില്ല. നേരെ വന്ന് ഈ നമ്മളെ 3 ഫിൽട്ടർ ടാങ്കുകളിലേക്കാണ് ഇറങ്ങുന്നത്. ആ 3 ടാങ്കുകളിലൂടെ വെള്ളം ഇറങ്ങി ഫിൽട്ടറായി അത് താഴത്തേക്ക് വന്ന് നമ്മുടെ പ്രഷർ ടാങ്കിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോസ് ചെയ്ത വാൾവുകളിലേക്കൊന്നും വെള്ളം പോകുന്നില്ല. ഓപ്പൺ ചെയ്ത വാൾവുകളിലൂടെ നേരെ വന്ന് ആ പ്രഷർ ടാങ്കിലേക്ക് എത്തുന്ന ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വെള്ളം വന്ന് ഫില്ലായി ഒരു പെർട്ടിക്കുലർ ലെവലിൽ മാത്രമേ ഇവിടെ വെള്ളം നിറയുള്ളൂ. ബാക്കി അവിടെ എയർ, കംപ്രസ്സായിട്ട് എയർ കിടക്കുകയാണ് ചെയ്യുക. അതാണ് നമ്മളുടെ ആ ഒരു മെയിൻ ലൈനിലേക്ക് കുറച്ച് പ്രഷർ നൽകുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്.
വെള്ളത്തിൻ്റെ ഫ്ലോ ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ എയറോ മാർക്സ് ഇട്ടിട്ട് വെള്ളത്തിൻ്റെ ഫ്ലോ മാർക്ക് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് നമ്മളുടെ മെയിൻ ടാങ്കിൽ നിന്ന് നേരെ വരുന്ന വെള്ളം ഫിൽറ്ററുകളിലേക്ക് വന്ന് ഫിൽറ്ററിൽ നിന്ന് നേരെ പ്രഷർ ടാങ്കിലേക്ക് പോകുന്ന ആ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. എയറോ മാർക്ക് ഇട്ടിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. നമുക്ക് കണക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ള ഒരു ഐഡിയ എന്തായാലും ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒരു ബക്കറ്റിലേക്ക് കളക്ട് ചെയ്ത് നോക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. പൈപ്പിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം. അപ്പോൾ വെള്ളത്തിൽ നിങ്ങൾക്ക് നിറയുമ്പോൾ തന്നെ ഇത് കാണാം, അതിൻ്റെ ഒരു നിറവ്യത്യാസം കാണാൻ പറ്റുന്നതാണ്. ഞാനിതിൻ്റെ സൈഡിലായി തന്നെ അതിൻ്റെ ഒരു രണ്ട് നമ്മൾ മുന്നേ എടുത്ത ഫിൽറ്റർ ഓഫ് ചെയ്തിട്ടുള്ള ആ ഒരു സമയമുള്ള വെള്ളവും ഇപ്പം ഫിൽറ്റർ ഓൺ ചെയ്തിട്ടുള്ള സമയത്തുള്ള ഒരു വെള്ളത്തിൻ്റെയും ഒരു കമ്പാരിസൺ ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾ നോക്കിയോ, അത്രയും തെളിഞ്ഞ ഒരു വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു കരടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്തില്ല. വളരെ നല്ല തെളിഞ്ഞ ഒരു വെള്ളമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് എടുത്തിരിക്കുന്ന ഫിൽറ്റർ ഓഫ് ചെയ്ത സമയത്തുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ഒരു വ്യത്യാസമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ തെളിഞ്ഞ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക് വാഷ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റെഡിൽ ക്രോസ് മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം നമ്മൾ ആ വാൾവുകളെല്ലാം ക്ലോസ് ചെയ്തിടുക. അതിനുശേഷം ബാക്ക് വാഷിൻ്റെ മെയിൻ ലൈൻ ഓൺ ചെയ്യുക. അതിനുശേഷം നേരത്തെ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഞാൻ ഗ്രീൻ കളറിൽ വാട്ടറിൻ്റെ ഫ്ലോ മാർക്ക് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ വെള്ളം അങ്ങോട്ടേക്ക് പോകുന്നില്ല, നമ്മൾ ഫസ്റ്റത്തെ ലൈനിലേക്ക് പോകുന്നില്ല. പിന്നെ ബാക്ക് വാഷിൻ്റെ ലൈനിലൂടെ നമ്മുടെ ഫിൽറ്ററിലേക്ക് റിവേഴ്സ് കയറി പോകുന്ന ഒരു രീതിയിലാണ് ബാക്ക് വാഷിൻ്റെ മെത്തേഡ്. അപ്പോൾ ആദ്യം മുകളിലൂടെയാണ് നമ്മൾ ഫിൽറ്ററിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താഴെയിലൂടെയാണ് അത് വന്നിരിക്കുന്നത്, വെള്ളം വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് അടിഞ്ഞിരിക്കുന്ന ചെളിയും കാര്യങ്ങളൊക്കെ റിവേഴ്സായിട്ട് വാഷ് ചെയ്ത് പോകുന്ന തരത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയും ഞാൻ ഫ്ലോ എറോ മാർക്ക് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് മെയിൻ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം നേരെ നമ്മൾ ബാക്ക് വാഷിൻ്റെ വാൾവിലൂടെ പോയി ഫിൽറ്ററിൻ്റെ അടിഭാഗത്തൂടെ കയറി നേരെ റിവേഴ്സായി വാഷ് ചെയ്ത് പുറത്തേക്ക് പുറന്തള്ളുന്നു. അപ്പോൾ ഇതാണ് മെത്തേഡ്. ഇനി ഇതിൻ്റെ റിയലായിട്ട് നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. നമ്മുടെ ബാക്ക് വാഷിൻ്റെ വാൾവ് നമ്മളെ മെയിൻ ലൈനാണ് ഈ കാണുന്നത്. ബാക്ക് വാഷിൻ്റെ വാൾവാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഓൺ ചെയ്യുന്നു. ഇത് ഫുള്ളായിട്ടും ഓൺ ചെയ്യാൻ പാടില്ല, ഒരു പകുതി ഭാഗം ഓൺ ചെയ്യുന്ന തരത്തിൽ വെക്കുക. ഇത് നേരെ വെള്ളം ഫ്ലോ ആയി അടിയിലൂടെ ഫിൽറ്ററിൻ്റെ അടിയിലൂടെ കയറി വാഷ് ചെയ്ത് നേരെ ഇപ്പോൾ മെയിൻ ലൈൻ നമ്മൾ ഓഫാണ്. അത് ഇവിടുന്ന് ബാക്ക് വാഷിൻ്റെ വാൾവ് നമ്മൾ പതിയെ തുറന്നു കൊടുക്കുക. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പകുതി മാത്രമേ തുറക്കാൻ പാടുള്ളൂ. കാരണം ഒരുമിച്ച് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫിൽറ്റർ എലമെൻറ്റ്സ് ഇതിലൂടെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അഴുക്കുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. ഞാനതൊരു ബക്കറ്റിലേക്ക് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിൽ ഞാനൊരു ബക്കറ്റ് ഇതിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പൈപ്പ് ഇട്ടിട്ട്, അതായത് പുറത്തേക്ക് ശക്തിയായിട്ട് വെള്ളം ഒഴുകാതിരിക്കാൻ വേണ്ടി ഒരു പൈപ്പിട്ട് കണക്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പം ഇത്തരത്തിൽ വളരെ മലിനമായിട്ടുള്ള ജലമാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ബാക്ക് വാഷിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഡെയിലി ഒന്നും ചെയ്യണമെന്നില്ല. വളരെ നല്ല ഇതിലുള്ള ചെളി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ചെയ്യുന്ന തരത്തിലാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു 3-4 ദിവസത്തിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇത്രത്തോളം ചെളി ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. പിന്നെ അതിനുശേഷം ബാക്ക് വാഷ് കഴിഞ്ഞതിന് ശേഷം മെയിൻ ലൈൻ തന്നെ ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള ഡ്രെയിൻ ആയിട്ടുള്ള ഒരു റിൻസിങ് വാൾവാണിത്. അതായത് ആക്ച്വലി ഇതിലൂടെ ഫിൽട്ടർ ആയിട്ടുള്ള വെള്ളം തന്നെയാണ് വരുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ബാക്ക് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഇതേപോലെ വെള്ളം റിൻസ് ചെയ്ത് കളയേണ്ടതാണ്.
എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഫിൽട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രഷർ ടാങ്കിലേക്ക് അത്ര എന്താ പറയുക ഫിൽട്ടർ ആവാത്ത വെള്ളം അതിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് റിൻസ് ചെയ്ത് പുറത്തേക്ക് കളയുക. അപ്പോൾ നമ്മുടെ ഈ DIY ഫിൽട്ടർ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുകൊണ്ടാം. അതിലേക്കും ബൈ ബൈ.